മുഖ്യമന്ത്രി സ്ഥാനത്തിന് പുറമെ വി.ഡി. സതീശൻ ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം എല്ലാം മികച്ച വകുപ്പുകളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ മലർത്തിയടിച്ചത് 2 വട്ടമാണ്. ഈ 2 വട്ടം മലർത്തിയടിച്ച മാണി സി കാപ്പൻ കോൺഗ്രസ് പാർട്ടി പുറത്തേക്ക് ചവിട്ടി പുറത്താക്കിയോ എന്നൊരു സംശയമുണ്ട്. കൊടിവെച്ച കാറിൽ മാണി സി കാപ്പൻ പാലയിൽ വന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാവം മാണി സി കാപ്പൻ ഒരു MLA ബോർഡുമായിട്ടാണ് വരുന്നത്. കാത്തിരുന്ന് കാണാം അവസാന കാലത്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന്. ഇനി അടുത്ത ആൾ PJ ജോസഫ് ഇപ്രാവശ്യം 7 MLA-മാരുമായി നിയമസഭയിലെത്തുമ്പോൾ ഒരു 2 മന്ത്രി ഉറപ്പായും പ്രതീക്ഷിക്കാമായിരുന്നു. പ്രതീക്ഷിക്കല്ല കേട്ടോ, കോട്ടക്കണായിരുന്നു. ഇനി പാവം ചാണ്ടിയുമ്മൻ അപ്പൻ്റെ ശവക്കോട്ടയിൽ കിടന്ന് നിലവിളിച്ച് തല തല്ലി കരയാണ്. ആളുകൾ വിചാരിക്കും ചാണ്ടിയുമ്മൻ ദുഃഖം കൊണ്ട് കരയാന്ന്. അല്ല, അപ്പനോട് മൗനമായൊരു വാക്ക് കൊടുത്തിരുന്നു, അപ്പാ ഞാൻ ജയിച്ചു വരുമ്പോൾ ഒരു മന്ത്രിയായി വരുന്നു. പക്ഷേ ഇവിടെ മന്ത്രിയെ തീരുമാനിക്കുന്നത് മരിച്ചുപോയ ഉമ്മൻചാണ്ടി അല്ലല്ലോ, ചാണ്ടിയുമ്മനെ കരഞ്ഞു തീർക്കാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ചരിത്രം സത്യമാണ്, ഇവരെ 3 പേരെയും നല്ല രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്.